ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട കോന്നി എക്കോ ടൂറിസത്തിനകത്താണ്. ഇവിടെ പ്രധാനമായും വരുന്നത് ആന വളർത്തൽ സങ്കേതമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആനയുടെ വിശേഷങ്ങളും കാണാം, പിന്നെ കുറച്ച് കാഴ്ചകളും കാണാം. ഇവിടെ മ്യൂസിയം ഉണ്ട്, 3D ഷോ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള കണ്ടന്റ് നമുക്ക് കാണാനായിട്ട് ഉണ്ട്. ഇവിടെ ആകെ 5 ആനകളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പത്തനംതിട്ടയില് കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് ആനയെ വളർത്താനായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. വന്ന് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കയറി വന്ന് ടിക്കറ്റ് കൗണ്ടറിലാണ്. ഒരാൾക്ക് 80 രൂപയാണ് വരുന്നത്. ചിൽഡ്രൻസിനും സ്റ്റുഡൻസിനും ഒക്കെ 50 രൂപയാണ് ഇവര് ചാർജ് ചെയ്യുന്നത്. ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഫീ ഇവിടെ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്ന ആനകൾക്ക് ഫുഡ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഫുഡ് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ഈ രീതിയിലുള്ള കൂടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് കുട്ടി ആനകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം. ഇതിനകത്തുനിന്ന് കുട്ടികൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ലോക്ക്ഡ് ആണ് കേട്ടോ. ഇങ്ങനെ തടി വെച്ച് ഇവരെ ജോയിന്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും. അതിനകത്ത് നിന്ന് വളരാനുള്ള സംവിധാനമുണ്ട്. കൊച്ചയ്യപ്പൻ എന്നാണ് ഈ ആനക്കുട്ടിയുടെ പേര്. കുഞ്ഞായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കെയർ കൊടുക്കാനായിട്ട് ഗാർഡ്സ് എപ്പോഴും അടുത്തുണ്ടാവും. ഇവിടെ അടുത്തായിട്ട് തന്നെ ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനമുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പോണ്ട് പോലെയാണ്. ഇതാണ് നമ്മുടെ കൊച്ചയ്യപ്പൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇവിടുന്ന് കൊച്ചയ്യപ്പനെ കണ്ടിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറുതായിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട്. ചെറിയൊരു പാർക്കാണ്. നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ചെറുതായിട്ട് ഒരു താമരക്കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആനയുടെ ഇങ്ങനെ പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. നല്ല തണുപ്പാണ്. ഇവിടെ ഒത്തിരി മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഇത് എലിഫന്റ് മ്യൂസിയം ആണ്. ഇവിടെ മിക്കവാറും ആനയുടെ സ്കെൽട്ടനൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ആന കൊമ്പൊക്കെ കാണുമെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഇതാണ് മെയിൻ എൻട്രൻസ്. ഈ എലിഫന്റ് മ്യൂസിയത്തിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു കുഞ്ഞു ആനയുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ആനകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പെയിന്റിങ്സ് ആണ്. നല്ല പെയിന്റിങ്സ് ആണ് കേട്ടോ. അതിൽ കണ്ടുകൊണ്ടിരുന്നുള്ള ഒരുപാട് കഥകൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ തലയെടുത്ത് നിൽക്കുന്ന ഒരു ഗജവീരൻ, ഒരു കൊമ്പനാനയെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഒരു ശില്പം പണിത് വെച്ചിട്ടുണ്ട് മെയിൻ എൻട്രൻസിൽ നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത്. ഈ കാണുന്നത് ആനയുടെ പരിണാമമാണ്. നമ്മുടെ മനുഷ്യര് കുരങ്ങിൽ നിന്നും മനുഷ്യരായതുപോലെ തന്നെ ആനയിലോട്ട് വന്ന ഈ ഒരു പൂർണ്ണ രൂപം എത്തുന്നതിന്റെ ഒരു പരിണാമ രൂപമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ആനകളെ വാരിക്കുഴിയിൽ വീഴ്ത്തി അത് എടുക്കുന്ന ഒരു രീതിയാണ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സിബിഷൻ പോലെ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആനയുടെ സ്കെൽട്ടൺ കാണാൻ പറ്റും. ഒറിജിനൽ സ്കെൽട്ടൺ ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൊമ്പ് ഒറിജിനൽ അല്ല. കൊമ്പ് മാത്രം ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് ആനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിങ്സ് ആണ് വെച്ചിരിക്കുന്നത്. മുള്ളട, ഇടച്ചങ്ങല, കോല്, കത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ ആനയെ തളച്ചിടാനും ആനയെ മെരുക്കി കൊണ്ടുപോവാനും ആനയ്ക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് വന്നിട്ടെന്ന് വെച്ചാൽ ആനയുടെ വാരിയെല്ല്, താടിയെല്ല്, ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം ഒറിജിനൽ ആണ്.
ഇതിന്റെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആനയുടെ ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു രൂപം കാണാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ്. വലിയ ആനകൾ ഇട്ടിരിക്കുന്ന ഷെൽട്ടർ റോഡ്. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള വഴി. ഈ രണ്ട് സൈഡിൽ കാണുന്ന ഓരോ കൂടുകളിലായിട്ടാണ് നമ്മുടെ ആനകളെല്ലാം താമസിക്കുന്നത്. ഇവിടെ കൂടുതലും പിടിയാനകളാണുള്ളത്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല പ്രായമുണ്ട്. 33 വയസ്സ്, 40 വയസ്സ്, 23 വയസ്സ്, അങ്ങനെ പല പ്രായക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന സ്ഥലത്താണ് ഏതെങ്കിലും ഒരു ആനയ്ക്ക് നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യാനും കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ അനുവദിക്കുന്ന സ്ഥലം. ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാ ആനകളും നല്ല സ്മാർട്ടായിട്ട് എനർജറ്റിക് ആയിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി മെത്തേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് മാറി നിന്ന് ദൂരെ നിന്ന് കാണാം എന്നുള്ള ഒരു ഓപ്ഷനിൽ ഞങ്ങൾ അങ്ങനെ ആനകളെ കുറിച്ചുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയല്ലേ ആന കാഴ്ചകളെന്നൊക്കെ, അത്രയും നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ച എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആനകളെ നമ്മൾ എത്ര നോക്കിക്കൊണ്ടിരുന്നാലും നമുക്ക് തൃപ്തിയാവില്ല. അവരുടെ ഷെൽട്ടറിനകത്ത് ഫുഡ് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിന് പുറത്തായിട്ട് കുറച്ച് ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ ആനയ്ക്കും ഓരോ രീതിയാണ് കേട്ടോ. അത് നടക്കുന്നതിനും നിൽക്കുന്നതിനും എല്ലാത്തിനും ഓരോന്നിനും ഓരോ രീതിയാണ്. ഈ കാണുന്ന ആനയുടെ പേര് കൃഷ്ണ എന്നാണ്. കൊമ്പനാനയാണ്. ഇച്ചിരി കുസൃതി കൂടുതലാണ് ഈ ആനയ്ക്ക്. പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ആനകളെയാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. ആനകളെ പിടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വാരിക്കുഴി ഒരുക്കി തന്നെയാണ്. വാരിക്കുഴി ഒരുക്കി വാരിക്കുഴിയിൽ വീഴുന്ന ആനകളെ കുരുക്കിട്ട് പിടിച്ചിട്ട് കുങ്കിയാനകളെ കൊണ്ട് കരയിൽ കയറ്റും. അതിനുശേഷം ഈ ആനയുടെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് പരിശീലനം നൽകി ആനയുടെ ചട്ടങ്ങളും എല്ലാം പഠിപ്പിച്ച് ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. അതാണ് ഇവിടുത്തെ ഒരു രീതി. പിന്നെ ചില ആനകളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നതിന് ശേഷം ചില അമ്പലങ്ങളിൽ നടക്കിരുത്തുന്ന ഒരു പതിവും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആകെ ഇവിടെ ഉള്ള ആന എന്ന് വെച്ചാൽ വെറും 5 ആനകളെ ഉള്ളൂ. അതിൽ 2 പേര് കൊമ്പനാനയും ബാക്കി 3 എണ്ണം പിടിയാനുമാണ്. പേരുകൾ കേട്ടാൽ തന്നെ നല്ല രസമാണ്. കൃഷ്ണ എന്ന് പറയുന്നതും പിന്നെ കൊച്ചയ്യപ്പൻ എന്ന് പറയുന്നതുമാണ് കൊമ്പനാന. ഇവ, പ്രിയദർശിനി, മീന ഇതൊക്കെയാണ് പിടിയാനകൾ. സ്വാഭാവികമായും നമ്മൾ ആനക്കൂട്ടിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആനകളെ സംരക്ഷിച്ചു പോരുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷേ ഇവിടെ വെറും 5 ആനകളെ ഉള്ളൂ. പക്ഷേ ഉള്ള ആനകൾ എല്ലാം തന്നെ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്ന ആനകളാണ് കേട്ടോ. ചില ആനകളൊക്കെ ഇച്ചിരി നല്ല സ്മാർട്ടായിട്ടുള്ള, കണ്ടോ, നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആനകളാണ് ഇവിടെ ഉള്ളത്. ഇത് പിടിയാനയാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് മീന ഇരിക്കുന്നത്. അപ്പൊ ഈ പിടിയാനകൾ എല്ലാം ഒരുമിച്ചാണ്, ഒരേ രീതിയിലാണ് അവരിട്ടേക്കുന്നത്. ഇതിന്റെ കാല് നോക്കിയാൽ നമ്മൾ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2 കാല് ബാക്കിലോട്ടും 2 കാല് ഫ്രണ്ടിലോട്ടും 2 ആംഗിളിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ്. അതിനുശേഷം നമ്മുടെ കൃഷ്ണ എന്ന് പറയുന്ന കൊമ്പനാന അത് കിടക്കുന്നത് ദേ ഇവിടെയാണ്, കണ്ടില്ലേ. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഒരു കൊമ്പനാനയും 3 പിടിയാനകളെ ഇട്ടിരിക്കുന്ന ഒരേ ഷെൽട്ടറിലാണ്. പിന്നെ അതിനുശേഷം കൊച്ചയ്യപ്പനെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ്. കൊച്ചയ്യപ്പനാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആനയെന്ന് പറയുമ്പോൾ 2 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 നേരം ആനയെ നടത്തിക്കുന്ന ഒരു ശീലമുണ്ട്, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ ആദ്യം ഇറക്കുന്നത് കൊച്ചയ്യപ്പനെയാണ്. ഏറ്റവും ഇളയ 2 വയസ്സായിട്ടുള്ള കൊച്ചയ്യപ്പനാണ് ഇറക്കുന്നത്. നടത്തൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ആള് കുളിച്ചോണ്ടിരിക്കുവാണ്. കുളിക്കുന്ന സമയത്ത് നല്ല കുസൃതിയാണ് കേട്ടോ. എങ്ങോട്ട് തിരിയാനെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങോട്ട് തന്നെ തിരിയുന്നൊരു സ്വഭാവമാണ്. കുഞ്ഞു കുട്ടികളെ പോലെയാണ് അതും ബിഹേവ് ചെയ്യുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് കൊച്ചയ്യപ്പൻ കൂട്ടിലോട്ട് കയറാൻ പോകുന്ന ആ ഒരു പോക്കാണ്. കൊച്ചയ്യപ്പന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒരു കുട്ടികളെ പോലെയാണ് കേട്ടോ. എല്ലാവരും പോയി അടുത്ത് പോയി നിന്ന് ഷേക്കിൻ്റെ ഒക്കെ ചോദിക്കും. അതുപോലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിങ്ങനെ റിയാക്ട് ചെയ്യും. അങ്ങനെയാണ്. ഇതാണ് കൊച്ചയ്യപ്പന്റെ കൂട്. നമ്മൾ ആദ്യം കണ്ട കൂടില്ലേ, അതാണ് ഈ ഒരു സ്ഥലം. കൊച്ചയ്യപ്പൻ അങ്ങനെ കൂട്ടിൽ കയറി. ഇനി ഇങ്ങനെ ഒരു തടി വെച്ചുള്ള ലോക്കാണ്.
ആ ലോക്ക് ഇടുമ്പോഴത്തേക്കും പിന്നെ കൊച്ചയ്യപ്പൻ അവിടെ സേഫാണ്. ഇനി കൊച്ചയ്യപ്പൻ നാളെ രാവിലെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങത്തുള്ളൂ. അതാണ് രാവിലെ നടക്കുന്ന സമയം. ഇത് അശോകവനമാണ്. അശോക തെറ്റി മരങ്ങൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് 3D തിയേറ്ററിലേക്കാണ്. ഇവിടെ ആനകളെ കുറിച്ചുള്ള ഡോക്യുമെന്ററീസും ആനകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കൊരു 3D ഷോയിലൂടെ കാണിച്ചു തരുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ 3D ഷോ നടക്കുന്നത്. ഇവിടെ ഒരു 10 പേര് മിനിമം വന്നാൽ ഇവിടെ 3D ഷോ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഈ ഒരു വീഡിയോയിലൂടെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു സ്പോട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.